ഒരു വ്യാജ പ്രചാരണം നമുക്ക് പൊളിക്കാം. ഇതോ ഒരുത്തൻ വ്യാജപ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അത് കൊണ്ടുപിടിച്ച് നടക്കുന്നത് മൂരികളായ ലീഗുകാരാണ്. കേരള സർക്കാരിന്റെ കീഴിൽ, പിണറായി സർക്കാരിന്റെ കീഴിൽ ഇതാ ഒരു സർക്കാർ സ്കൂൾ കള്ള് ഷാപ്പാക്കി മാറ്റിയിരിക്കുന്നു എന്ന് വ്യാജ പ്രചാരണം നടത്തുകയാണ് ചില ഇടതു വിരോധ മനോരോഗികൾ. എന്താണ് സത്യമെന്ന് നോക്കാം. ആദ്യം ഇവരുടെ ഈ വീഡിയോ ഒന്ന് നമുക്ക് പെട്ടെന്ന് കാണാം. ഹായ്, ഹലോ, നമസ്കാരം. ഇതിലേക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല നാടൻ ഭക്ഷണം, നല്ല നാടൻ ഷാപ്പിലെ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾ കരുതും ഇത് ആലപ്പുഴയോ കുമരകമോ കോട്ടയോ എന്തോ ആണെന്ന്. ഇങ്ങോല്ല, അഞ്ചലാണ്. അഞ്ചൽ ഒഴുകുപാറക്കിലാണ് ഈ കള്ള് ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത് പഴയ ബിവറേജിലേക്ക് പോകുന്ന റൂട്ട് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു തരും. ഇതിന് മുമ്പ് ഒരു സ്കൂളായിരുന്നു, എൽ പി സ്കൂളായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ബിവറേജ് കോർപ്പറേഷൻ അവിടെ ഔട്ട്ലെറ്റ് സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഒരു കള്ള് ഷാപ്പ് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സ്കൂൾ ഇങ്ങനെ കള്ള് ഷാപ്പായിട്ടൊക്കെ ഇങ്ങനെ മാറുന്നത്. നിങ്ങളുടെ നാട്ടിലെ കാണാം ഇത്തരത്തിൽ സ്കൂൾ കള്ള് ഷാപ്പായി മാറണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഞങ്ങൾ ഒരു സ്കൂളിന്റെ വരാന്തയിലൂടെ നടക്കുന്ന ആംബിയൻസോട് കൂടി തന്നെ കള്ള് ഷാപ്പിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. നേരെ അകത്തേക്ക് പോകാം. ഇവിടെ എന്തൊക്കെയാണ് സെറ്റപ്പ്, എങ്ങനെയൊക്കെയാണ് നോക്കാം. എന്തായാലും അകത്തേക്ക് കയറിയോ ഭയങ്കര വൈബൊന്നും പറയുന്നില്ല. മര്യാദയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള ഒരു വൃത്തിയുള്ള സ്ഥലമാണ്. കേട്ടല്ലോ, കുത്തിത്തിരിപ്പ് വളരെ വൃത്തിയായി നിങ്ങൾ ഇത് കണ്ടില്ലേ. കമ്മ്യൂണിസം നാടിനാപത്ത് എന്ന നിലയിലാണ് ഈ വാർത്ത പ്രചരിപ്പിക്കുന്നത്. ഇത് ഒരു സർക്കാർ സ്കൂള് ഇതാ കള്ള് ഷാപ്പാക്കി മാറ്റിയിരിക്കുന്നു. കണ്ടില്ലേ, കേരളത്തിന്റെ വിദ്യാഭ്യാസ നയം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചെടുത്ത് വ്യാജ പ്രചാരണവും കുത്തിത്തിരിപ്പ് നടത്തുകയാണ് ഇവർ ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ വാസ്തവം? കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന ടൗണിന് അടുത്തുള്ള ഒഴുവുപാറയ്ക്കൽ എന്ന സ്ഥലത്താണ് ഈ ഷാപ്പ് ഉള്ളത്. ഈ ഷാപ്പ് തുടങ്ങിയിരിക്കുന്നത് ഒരു സ്കൂളിലാണ്, അത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഈ സ്കൂൾ സർക്കാർ സ്കൂളാണോ? അല്ല. ഇത് 15 കൊല്ലം മുമ്പ് പൂട്ടിയ ഒരു അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം ലോവർ പ്രൈമറി സ്കൂളായിരുന്നു. ഒരു ചെറിയ സ്കൂളായിരുന്നു. ശ്രീ ചിത്ര സ്കൂളിനോ ശ്രീ ചിത്രതിരുനാൾ സ്കൂളിനോ എന്തോ പേരുള്ള ഒരു സ്കൂളായിരുന്നു. ഈ സ്കൂൾ നടത്തിയിരുന്നത് ഒരു റിട്ടയർഡ് കോളേജ് അധ്യാപകനായിരുന്നു. അദ്ദേഹം ഒരു UDF അനുഭാവിയുമായിരുന്നു. 15 കൊല്ലം മുമ്പ് അദ്ദേഹം നടത്തിയിരുന്ന ഈ സ്കൂള് നഷ്ടത്തെ തുടർന്ന് അദ്ദേഹം തന്നെ പൂട്ടുകയും അദ്ദേഹം ബീവറേജസ് കോർപ്പറേഷൻ ഇത് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ബീവറേജസ് കോർപ്പറേഷൻ ഏകദേശം 3-4 കൊല്ലം ഇത് പ്രവർത്തിപ്പിക്കുകയും പിന്നീട് അവർ അഞ്ചൽ ടൗണിലേക്ക് അവരുടെ ഔട്ട്ലെറ്റ് മാറ്റുകയും ചെയ്തു. തുടർന്ന് ഇതൊരു കള്ള് ഷാപ്പിന് അദ്ദേഹത്തിന് ഈ ഓണർ, അതായത് UDF അനുഭാവിയായ കോളേജ് പ്രൊഫസറായ ഈ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന ആ ഉടമസ്ഥൻ കള്ള് ഷാപ്പിന് വാടകയ്ക്ക് കൊടുക്കുകയായിരുന്നു. ഇതിലെവിടെയാണ് സർക്കാർ സംവിധാനം? എവിടെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ നയം? ഇത് മുഴുവൻ പ്രചരിപ്പിക്കുന്നത് ലീഗുകാരായ മൂരികളാണ്. ഒരിക്കലും നുണ പറയരുത് എന്ന് പറയുന്ന മഹത്തായ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ കച്ചവടം നടത്തുന്ന ലീഗുകാരായ മൂരികൾ മാത്രമേ പ്രചരിപ്പിക്കുകയുള്ളൂ. വാസ്തവം ഇതായിരിക്കെ അവരുടെ തന്നെ UDFന്റെ അനുഭാവിയായ ഒരാൾ നടത്തിയിരുന്ന സ്കൂൾ പൂട്ടി ബീവറേജസിനും കള്ളുഷാപ്പിനും കൊടുത്തിട്ട് അത് നേരെ കേരളത്തിന്റെ പിണറായി സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് എന്ന നിലയ്ക്കൊക്കെ വ്യാജപ്രചാരണം കുത്തിത്തിരിപ്പ് നടത്തിയാൽ ജനങ്ങളൊക്കെ ഇത് കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ മൂരികളെ, UDFകാരെ? ഓട് കണ്ടം വഴിയല്ല.